നമസ്കാരം. പത്തനാപുരം NSS താലൂക്ക് യൂണിയനിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിയെ രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ വൈകാരികമായും നേരിടുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. താൻ അധികാരത്തിലേക്ക് എത്തിയത് അവിചാരിതമായ വഴികളിലൂടെ അല്ലെന്നും മറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനവിധി നേടിയാണെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വ്യക്തിപരമായ ആക്ഷേപങ്ങളും കുടുംബ പ്രശ്നങ്ങളും രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുമ്പോഴും ഭരണഘടനാപരമായിട്ടുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നതെന്ന് മന്ത്രി അവകാശപ്പെടുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തനിക്ക് പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എതിർക്കാൻ താനില്ലെന്നും പറയുമ്പോഴും സംഘടനയ്ക്കുള്ളിലെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്ന വിമർശനം മന്ത്രി പരോക്ഷമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. താൻ നേരത്തെ തന്നെ രാജിക്കത്ത് നൽകിയിട്ടും അത് പരിഗണിക്കാതെ പുറത്താക്കൽ നടപടിയുമായി മുന്നോട്ട് പോയത് എന്തിനാണെന്ന ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ ഉയർത്തുന്നത്. തൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള ദശാബ്ദങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ ആസ്തികളും അധികാരവും കൈക്കലാക്കാനുള്ള ചിലരുടെ ഗൂഢനീക്കമാണ് ഈ പുറത്താക്കലിന് പിന്നിലെന്നും മന്ത്രി ആരോപിക്കുന്നു. ഏകദേശം 64 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് രൂപപ്പെടുത്തിയ 300 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള യൂണിയനെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. പത്തനാപുരം താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് ആരംഭിച്ച പത്മ കഫേയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. ഈ പദ്ധതിയിൽ യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും ഏതു തരത്തിലുള്ള പരിശോധനയെയും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് മന്ത്രിയുടെ നിലപാട്. തന്നെ പുറത്താക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമാണിതെന്നും സത്യസന്ധമായിട്ടുള്ള കണക്കെടുപ്പ് നടത്തിയാൽ വസ്തുതകൾ പുറത്തു വരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. തൻ്റെ സാമ്പത്തിക പശ്ചാത്തലത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സത്യസന്ധതയെക്കുറിച്ചും ഗണേഷ് കുമാർ വിട്ടുവീഴ്ചയില്ലാത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ഗതാഗതം, വനം, സിനിമ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന താൻ കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽക്കേ ആഡംബര വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന തനിക്ക് രാഷ്ട്രീയത്തിൽ വന്ന പണം ഉണ്ടാക്കേണ്ട ഗതികേടില്ലെന്നും സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും ലഭ്യമല്ലാതിരുന്ന സൗകര്യങ്ങൾ അന്നേ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് താനെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും LDF മുന്നണിക്കും തൻ്റെ വ്യക്തിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി താൻ ഒരിക്കലും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തില്ലെന്നും അത്തരമൊരു സാഹചര്യം വന്നാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പത്തനാപുരം യൂണിയനിലെ ഈ അധികാര തർക്കം ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. യൂണിയൻ പ്രസിഡന്റിന്റെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതകളിൽ പ്രതിഷേധിച്ച് 11 ഭരണസമിതി അംഗങ്ങൾ കഴിഞ്ഞയാഴ്ച രാജിവെച്ചത് സംഘടനയ്ക്കുള്ളിലെ വിള്ളലുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്തരം തിരിച്ചടികൾ തൻ്റെ സ്വാധീനത്തെയോ ജനപിന്തുണയെയോ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മന്ത്രി. രാഷ്ട്രീയ എതിരാളികൾ ഈ വിവാദങ്ങളെ തനിക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും തൻ്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങാനാണ് മന്ത്രിയുടെ തീരുമാനം. NSS നേതൃത്വവുമായുള്ള ഈ പരസ്യമായ പോര് പത്തനാപുരത്തെ വോട്ട് ബാങ്കിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നത് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന രാഷ്ട്രീയ വിഷയമായി തന്നെ തുടരുന്നതായിരിക്കും. മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുവരാം. എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. ഈ 13 പേര് രാജി സമർപ്പിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഏകാധിപതിയൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും ഏകാധിപത്യം പല സ്ഥലത്തും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഏകാധിപതി അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു ദിവസം രാവിലെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ആളല്ലേ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നായരുടെ ആളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നായരുടെ മാത്രം ആളാണ് അല്ല. ഞാനൊരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. എന്നിൽ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിന്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ടാണ്. അല്ല അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ എന്ത് വിരോധമാണ്? എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും അസഭ്യം പറഞ്ഞില്ല. ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ഇല്ല. അത് എൻ്റെ അന്തസ്സാണ്, എൻ്റെ മാന്യതയാണ്. അത് ഞാൻ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. പ്രായത്തിൽ എൻ്റെ പിതാവ്, ഞാൻ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സാറിനെ കാണുന്നത് എൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം എൻ്റെ പിതൃതുല്യനായ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. ഇത്തരത്തിലൊരു തർക്കം വേണ്ട, എൻ്റെ രാജിക്കത്ത് കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വാങ്ങാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതിന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല മറുപടി പറയുന്നത്. ഞാൻ രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ രാജിവെച്ച് പോയിക്കോളാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒന്നാമത് രാഷ്ട്രീയം, മന്ത്രിയുടെ പണി, പാർട്ടിയുടെ കാര്യങ്ങൾ,
ജനങ്ങളുടെ പത്തനാപുരത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ ഈ പിന്നെ സിനിമ, ഇങ്ങനെ എനിക്ക് എൻ്റെ തൊഴിലുണ്ട്, എനിക്ക് ജീവിക്കാനൊരു തൊഴിലുണ്ട്. ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യാനുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛൻ്റെ ചുമതല, അച്ഛൻ എടുത്തിരുന്ന ചുമതല ഈ പത്തനാപുരത്തെ നായർ സമുദായം വോട്ടിട്ട് എന്നെ ഏൽപ്പിച്ചാണ്. ഞാൻ ഓടിളക്കി വന്ന ആളല്ല. ഒരു പാനലായി മത്സരിച്ചാണ് ഞാൻ NSSന്റെ വൈസ് പ്രസിഡന്റ് ആവുന്നത്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പാനൽ, 2 പാനൽ നമ്മൾ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച ആൾ ഞാനാണ്. 283 വോട്ട് കിട്ടി ജയിച്ച ആളാണ് ഞാൻ. അതായത് ഭൂരിപക്ഷം. എനിക്കെതിരെ പിന്നെ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളിന് കിട്ടിയത് വെറും 5 വോട്ടാണ്. ബാക്കി 185 വോട്ട് വാങ്ങിച്ച് ജയിച്ച ആളാണ് ഞാൻ. വൻ ഭൂരിപക്ഷത ജയിച്ച ആളാണ് ഞാൻ. ജനാധിപത്യം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് പറയാൻ, പിരിച്ചുവിട്ട് ഈ പാരാണി മാറി നിൽക്കുന്നവർ അച്ഛൻ്റെ ഉപകാരം പറ്റിയവരാണ്. അവർ നയിക്കട്ടെ, ഞാനൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരും ഉണ്ട്. പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനൊരു ഏകാധിപതിയാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ പറയില്ല. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല. സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്ന, അതിനെ ഞാൻ പിതൃതുല്യനെ ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല. സാറേന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്നോട് വളരെ അടുപ്പമായിരുന്നു. 2 ദിവസം മുമ്പേ പത്മ കഫേയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫേ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണം എടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്ക് എന്തോ അസുഖം, ആ പറഞ്ഞവൻ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കണം. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷെ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസ ഒന്നും കാണിച്ചാലും പേടി വേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല. എന്നോട് ആരും കൈക്കൂലി തരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ലെന്ന് എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല. ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നതാണല്ല, അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല.